ഒരു ജനത തങ്ങളുടെ സ്വത്വത്തിനും അവകാശങ്ങൾക്കും വേണ്ടി നടത്തിയ 6 പതിറ്റാണ്ടുകാലത്തെ പോരാട്ടമൊടുവിൽ 2014 ജൂൺ 2 ഭാരതത്തിന്റെ ഭൂപടത്തിൽ 21ാമത്തെ സംസ്ഥാനമായി തെലങ്കാന പിറവിയെടുത്തത് ഈ ദിവസമാണ്. 2014 മുതൽ 2026 വരെ ഈ നാട് സ്വന്തം കാലിൽ നിവർന്നു നിന്നിട്ട് കൃത്യം 12 വർഷം തികയുകയാണ്. കണ്ണീരും ചോരയും വീണ ആ ചരിത്ര വഴികളിലൂടെയുള്ള യാത്ര. മനസ്സിൽ ആളിക്കത്തിയ പോരാട്ട വീര്യത്തിന്റെ കഥ പറയുന്ന മണ്ണ്. ദശാബ്ദങ്ങൾ നീണ്ട കാത്തിരിപ്പിനും പ്രാർത്ഥനകൾക്കും ഒടുവിൽ ഭാരതത്തിന്റെ ഭൂപടത്തിലേക്ക് 29ാമത് സംസ്ഥാനമായി ഒരു നാട് പിറവി കൊണ്ടിട്ട് 12 വർഷങ്ങൾ തികയുകയാണ്. അതെ, ഇത് തെലങ്കാന, സ്വപ്നങ്ങളുടെയും അതിജീവനത്തിന്റെയും നാട്. ഒരു ജനത മുഴുവൻ തങ്ങളുടെ സ്വത്വത്തിനും അവകാശങ്ങൾക്കും വേണ്ടി തെരുവിലിറങ്ങിയ ചരിത്രമാണ് തെലങ്കാനയുടേത്. നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിൽ 2014 ജൂൺ 2 ആ ലക്ഷ്യം യാഥാർത്ഥ്യമായി. ആന്ധ്രാപ്രദേശിന്റെ ഭാഗമായിരുന്ന ഈ പ്രദേശം ഒരു പ്രത്യേക സംസ്ഥാനമായി മാറിയത് വെറുമൊരു രാഷ്ട്രീയ തീരുമാനമായിരുന്നില്ല, മറിച്ച് കോടിക്കണക്കിന് മനുഷ്യരുടെ ആത്മാഭിമാനത്തിന്റെ വിജയമായിരുന്നു. ഡക്കാൻ പീഠഭൂമിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തെലങ്കാന പ്രകൃതി ഭംഗി കൊണ്ടും വൈവിധ്യം കൊണ്ടും സമ്പന്നമാണ്. ഗോദാവരിയും കൃഷ്ണയും ഒക്കെ ഈ നാടിനെ തൊട്ടു തഴുകി ഒഴുകുന്നു. കരിമ്പാറക്കൂട്ടങ്ങളും ചരിത്രപ്രസിദ്ധമായ കുന്നുകളും ഒരു വശത്ത് കാവൽ നിൽക്കുമ്പോൾ മറുവശത്ത് കർഷകരുടെ വിയർപ്പിൽ വിളയുന്ന നെല്ലും പരുത്തിയും ചോളവും ഈ മണ്ണിൽ പൊന്നൊരുക്കുന്നു. ഭാരതത്തിന്റെ ധാന്യപ്പുരകളിലൊന്നെന്ന ഖ്യാതിയിലേക്ക് ഈ നാട് അതിവേഗം കുതിക്കുകയാണ്. കഠിനാധ്വാനികളായ മനുഷ്യരാണ് തെലങ്കാനയുടെ യഥാർത്ഥ കരുത്ത്. ലളിതമായ ജീവിത ശൈലിയാണ് ഈ നാട്ടുകാരുടെ പ്രത്യേകത. ഹൈദരാബാദി ബിരിയാണിയുടെ സുഗന്ധവും കടുപ്പമേറിയ ഇറാനി ചായയുടെ രുചിയും പോലെ വൈവിധ്യമാർന്നതാണ് ഇവിടുത്തെ സംസ്കാരം. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ മകുട ഉദാഹരണമായ ഈ മണ്ണിൽ ബൊണാലുവും ബതുക്കമ്മയും പോലുള്ള ഉത്സവങ്ങൾ വർണ്ണപ്പകിട്ടേകുന്നുണ്ട്. പൂക്കൾ കൊണ്ട് ഗോപുരങ്ങൾ തീർക്കുന്ന ബതുക്കമ്മ എന്ന ഈ പെൺമനസ്സുകളുടെ ഉത്സവം ഈ നാടിന്റെ മാത്രം സവിശേഷതയാണ്. കാകതീയ രാജവംശത്തിന്റെ വീര്യവും നിസാം ഭരണത്തിന്റെ ഗാംഭീര്യവും സാധാരണക്കാരായ ജനങ്ങളുടെ സമരവീര്യവും ഒത്തുചേരുന്ന ഒരിടം. ചരിത്രത്തിന്റെ പഴമയും IT മേഖലയുടെ പുതുമയും ഒരേപോലെ നെഞ്ചിലെട്ടുന്ന തെലങ്കാന ഇന്ന് വികസനത്തിന്റെ പുതിയ പാതയിലാണ്. ഭാരതത്തിലെ 29 സംസ്ഥാനങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പ്രേക്ഷകർക്കൊരു സംശയം തോന്നിയേക്കാം. പക്ഷേ ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകിയതിനാലാണ് തെലങ്കാന 28ാമത് സംസ്ഥാനമായി ഇന്നും അറിയപ്പെടുന്നത്. ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ഒരു സംസ്ഥാനം കൂടിയാണ് തെലങ്കാന. ആ പ്രത്യേകതയും തെലങ്കാനയ്ക്ക് മാത്രം സ്വന്തമാണ്. ഈ പുണ്യഭൂമി അതിന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമുക്കും ആശംസിക്കാം. സമരങ്ങളിലൂടെ വളർന്ന് സംസ്കാരത്തിലൂടെ തിളങ്ങി ഭാരതത്തിന്റെ അഭിമാനമായി മാറിയ തെലങ്കാനയ്ക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ.